അപ്പോൾ ഒന്ന് ട്രസ്റ്റ് ബേസ്ഡ് ലേണിംഗ് ആകുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് മായിസ് റളിയല്ലാഹു അൻഹു വരുന്നൊരു സംഭവം കാണാം. മായിസ് റളിയല്ലാഹു അൻഹു സ്വഹാബിയാണല്ലോ. മായിസ് റളിയല്ലാഹു അൻഹു വന്നിട്ട് പറയുന്നത് ത്വഹിർനി യാ റസൂലല്ലാഹ്. എന്നിട്ട് അതിൻ്റെ സബബ് ചോദിച്ചപ്പോൾ ഇന്നി വഖഅതു അങ്ങനെ സംഭവം പറയുന്നു, ഉണ്ടായ തെറ്റിനെ പറ്റി പറയുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ മായിസ് റളിയല്ലാഹു അൻഹുവിനെ പതുക്കെ അവോയ്ഡ് ചെയ്യുന്നുണ്ട്. ലാലക്ക ഖബ്ബൽത ലാലക്ക നളർത്ത അങ്ങനെ പറയുന്നുണ്ട്. എന്നിട്ടാണ് അവിടെ അവസാനം പരിഹാര പ്രക്രിയയിലേക്ക് അഥവാ ഭരണകൂട നടപടിയിലേക്ക് വരുന്നത്. അവിടെ തഅലീമിൽ നിന്ന് മാറി ഭരണകൂട നടപടി, അതായത് ഒരു ഉസ്താദുമായിട്ടുള്ള ബന്ധം എവിടെയാണ് ചെന്ന് പതിയുന്നത്? ട്രസ്റ്റ് ബേസ്ഡ് ലേണിംഗ് സിസ്റ്റത്തിലേക്കാണ് അത് പോകുന്നത്. ഒരു മിസ്റ്റേക്ക് ആണെങ്കിൽ പോലും തൻ്റെ ഗുരുനാഥനോട് പറയാം എന്ന് തോന്നുന്ന ഒരു കുട്ടിയുടെ പ്രശ്നം ഒരു ഉസ്താദിനോട് പറയപ്പെടുന്നില്ലെങ്കിൽ നാം അവിടെ ഒരു പ്രധാന പ്രശ്നം നേരിടുന്നുണ്ട്, അഥവാ നാം ഓപ്പണല്ല. ഒരു കുട്ടിക്ക് നമ്മുടെ മുമ്പിൽ ഒരു പ്രശ്നം പറയാൻ പ്രയാസം ഉണ്ടാകുന്നുണ്ടെങ്കിൽ അവിടെ നമ്മുടെ തസ്തിക ക്ലിയർ അല്ല, ക്രിസ്റ്റൽ ക്ലിയർ അല്ല. ക്രിസ്റ്റൽ ക്ലിയർ ആകേണ്ടിയിരിക്കുന്നു. ക്രിസ്റ്റൽ ക്ലിയർ ആകാൻ വേണ്ടത് എന്താണെന്ന് സ്വാഭാവികമായും ചോദ്യം ഉണ്ടാവും. അതിൻ്റെ ഉത്തരം ഞാൻ പറഞ്ഞ 5 കാര്യങ്ങളാണ്. ആ 5 കാര്യത്തെ തദ്രീസിൻ്റെ ട്രെയിനിങ് പ്രോഗ്രാമുകളിൽ ഞാൻ പറയാറുള്ളത് അൽ അഫ്ആലുൽ മഹ്മൂദ, പോസിറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ് എന്നാണ് അപ്ഡേറ്റഡ് സൈക്കോളജി അതിനെക്കുറിച്ച് പറയുന്നത്. അഥവാ നമ്മുടെ പെരുമാറ്റത്തിലെ നല്ല രീതികൾ, അതിന് നമുക്ക് വേണമെങ്കിൽ നമ്മുടെ മുസ്തലഹായി അൽ അഫ്ആലുൽ മഹ്മൂദ എന്ന് പറയാം. ഈ അഫ്ആലുൽ മഹ്മൂദ നമ്മുടെ ത്വബായി, നമ്മുടെ പ്രകൃതമായി, നമ്മുടെ ഒരു സ്കില്ലായിട്ട് മാറ്റുക. അങ്ങനെ മാറ്റിയാൽ ഈ ഗുരുനാഥന് കൃത്യമായി കുട്ടികൾ എപ്പോഴും ഓപ്പണായി വരുന്നത് കാണാം. ഇവിടെ ഇനി വിദ്യാർത്ഥിയുടെ പഠന മേഖലയിലേക്ക് പോകുമ്പോഴും സ്റ്റുഡൻറ് സെൻട്രിക് ലേണിംഗ് സിസ്റ്റം ഇത് നടപ്പിലാക്കപ്പെടണം. അവിടെ വിദ്യാർത്ഥികൾക്ക് ഫിനിഷ് എഡ്യൂക്കേഷൻ്റെ പ്രത്യേകം പറയുന്നത് മിനിമൽ സ്ക്രീനിങ് സിസ്റ്റമാണത്. അഥവാ കുട്ടിയെ വിലയിരുത്തലുകൾ എന്തായി മാറരുത്, ട്രഡീഷണൽ എക്സാമുകളായിട്ട് മാറരുത്. അഥവാ 6 മാസം കഴിഞ്ഞിട്ടൊരു പരീക്ഷയിൽ കുട്ടി തോറ്റാൽ ഈ കഴിഞ്ഞ 6 മാസം ആര് പകരം കൊടുക്കും? അഥവാ ഓരോ പാഠം കഴിയുമ്പോഴും നടക്കേണ്ട നോർമൽ പ്രോസസ്സായിരിക്കണം എക്സാം. ഓരോ ക്ലാസ്സിലും നോർമലി നടക്കേണ്ട അഥവാ ലെസൺ പ്ലാൻ ഇല്ലാത്ത ഒരു ടീച്ചിങ് സിസ്റ്റം ബിഗ്ഗസ്റ്റ് മിസ്റ്റേക്ക്. അതിക്രൂരമായ ക്രൂരകൃത്യമാണ് ലെസൺ പ്ലാൻ ഇല്ലാത്ത ഒരു ടീച്ചിങ്. അങ്ങനെ പറയുമ്പോൾ എന്നെ തെറ്റിദ്ധരിക്കരുത്, കുറേ അനുഭവങ്ങളിൽ നിന്ന് പറയുന്ന ഒരു ലഫ്ള് മാത്രമാണത്. അതായത് ടീച്ചിങ് സിസ്റ്റത്തിൽ കുട്ടികൾക്ക് എന്ത് കിട്ടണം? ക്ലാസ് കഴിഞ്ഞ് പോകുമ്പോൾ തന്നെ കുട്ടിയുടെ പഠനം കംപ്ലീറ്റ് ആകണം എന്നുള്ളതാണ്. ഇൻഷാ അല്ലാഹ് ഇപ്പം ഞാൻ അത് വിശദീകരിക്കാൻ ശ്രമിക്കുന്നില്ല. ഇൻഷാ അല്ലാഹ് ഒരു 1 ഡേ പ്രോഗ്രാമിൽ അത് പ്രാക്ടീസ് ചെയ്യിപ്പിക്കാൻ കഴിയുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. ഒരു ക്ലാസ് കഴിയുമ്പോൾ തന്നെ ഒരു ലെസൺ എങ്ങനെ കംപ്ലീറ്റ് ചെയ്യാം, അത് വളരെ എളുപ്പമാണ്. നമുക്ക് തുടക്കത്തിൽ മാത്രം അഥവാ അതൊന്ന് പ്രാക്ടീസ് ആകുന്ന കുറഞ്ഞ സമയം മാത്രം ഇച്ചിരി ഒരു അവ്യക്തതയുണ്ടാകും തുടക്കത്തിൽ. അതേസമയം അത് പ്രാക്ടീസ് ചെയ്താൽ എന്തെന്നില്ലാത്തൊരു സുഖം ഉണ്ടാകും. കുട്ടികളാണെങ്കിൽ ഒരിക്കലും ഒരു ക്ലാസ്സിൽ കുട്ടികൾ ഉറങ്ങുന്നു, കുട്ടികൾക്ക് പാഠം മനസ്സിലാകുന്നില്ല, കുട്ടികൾക്ക് മടുപ്പ് തോന്നുന്നു, പരീക്ഷയെ ഭയപ്പെടേണ്ടി വരുന്നു, പരീക്ഷയിൽ മാർക്ക് കുറയുന്നു. ഇത്തരം ഒരു പരാതിയുടെ ഇടം തന്നെ ആ ക്യാമ്പസിൽ കാണൂല ഈ സിസ്റ്റം കൊണ്ടുവന്നാൽ. അപ്പോൾ എക്സാം എങ്ങനെ നടക്കണം? അതൊരു സർവ്വസാധാരണമായ സംഭവമായി നടക്കുന്നു. കുറവുകൾ അപ്പോൾ നികത്തുന്നു. ഈ കുറവുകൾ നികത്തുന്നതിൻ്റെ ഭാഗമായി കുട്ടിയെ ശിക്ഷിക്കേണ്ടി വരുന്ന സാഹചര്യങ്ങൾ കുറയണം. ശിക്ഷിക്കുന്നത് മുൻധാരണയുടെ ഭാഗമായിട്ടായി പോകുന്നു പലപ്പോഴും. അത് തിരുത്തപ്പെടണം. ഞാൻ ഒരു വിഷയം സഗൗരവം പറയാൻ ആഗ്രഹിക്കുന്നു. നമ്മൾ പലപ്പോഴും പറയാറുണ്ട് കുട്ടികൾ മടിയാണ്,
കുട്ടികൾക്ക് മടിയാണ്. കറക്റ്റ് സൈക്കോളജി പറയുകയാണെങ്കിൽ ലോകത്ത് ഒരു കുട്ടിക്കും മടി എന്ന പ്രശ്നം ഇല്ല. നിങ്ങൾ വേണമെങ്കിൽ ഒരു 3 സെൻറ്റൻസ് എഴുതി വെച്ചാൽ നിങ്ങൾക്ക് മടിയെ ഭംഗിയായിട്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റും. ഇതൊരു ടൂളാണ്. തൽക്കാലം ഞാൻ ശേഷം വിശദീകരിക്കാം. 1, ലോകത്ത് ഒരു കുട്ടിക്കും മടി എന്ന് പറയുന്ന പ്രശ്നം ഇല്ല. ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്, ഒന്നാമത്തെ ജുംല സെൻറ്റൻസ്, ലോകത്തൊരു കുട്ടിക്കും മടി എന്ന പ്രശ്നം ഇല്ല. എങ്ങനെ ട്രീറ്റ് ചെയ്യേണ്ടതെന്ന് ഞാൻ പറയും, ശേഷം പറയാം. 2, മടി ഉള്ള മറ്റൊരു പ്രശ്നത്തിൻ്റെ ലക്ഷണം മാത്രമാണ്. മടി എന്നത് ഉള്ള മറ്റൊരു പ്രശ്നത്തിൻ്റെ ലക്ഷണം മാത്രമാണ്. 3ാമത്തെ സെൻറ്റൻസ്, ലക്ഷണത്തെയല്ല നാം പരിഹരിക്കേണ്ടത്, പ്രശ്നത്തെയാണ്. ഇനി ഞാനൊരു സംഭവം പറഞ്ഞാൽ നിങ്ങൾക്ക് എളുപ്പം മനസ്സിലാകും. ഒരു സദസ്സ്, ഒരു അധ്യാപകരുടെ സദസ്സ്, ഈ വിഷയം അവതരിപ്പിക്കുമ്പോൾ 3 ദിവസം പ്രോഗ്രാമാണ്. 1ാമത്തെ ദിവസത്തെ പ്രോഗ്രാമിൽ ഒരു അധ്യാപകൻ എന്നോട് വല്ലാതെ ദേഷ്യപ്പെടുന്നു ഈ വിഷയം പറഞ്ഞപ്പോൾ. അദ്ദേഹം ഒന്നും സംസാരിക്കുന്നില്ല. സംസാരിച്ചാലല്ലേ നമുക്ക് എന്തെങ്കിലും മനസ്സിലാവുള്ളൂ. അന്നത്തെ സദസ്സ് കഴിഞ്ഞു. പിറ്റേ ദിവസമായപ്പോൾ അദ്ദേഹത്തിൻ്റെ മുഖത്ത് ഇടയ്ക്കിടെ കണ്ണ് നനയുന്നു. അദ്ദേഹം എന്തോ പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്, പറയുന്നില്ല. ഒരിടവേളയിൽ ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് എന്തു പറ്റി? അപ്പോൾ ആ അധ്യാപകൻ പറഞ്ഞു, എനിക്കൊരു മകളുണ്ടായിരുന്നു. മകളിപ്പോൾ 9ാം ക്ലാസ്സാണ്. +1 പ്രായം കഴിഞ്ഞു. ആ മകളെ കാര്യം ആലോചിച്ചിട്ടാണ് ഞാൻ കരഞ്ഞത്. എന്താ? ഈ മകൾക്ക് ഭയങ്കര മടി എന്നതായിരുന്നു എൻ്റെ പ്രശ്നം. പക്ഷെ നിങ്ങളെ സംസാരം കേട്ടപ്പോൾ ആദ്യം എനിക്ക് ദേഷ്യം വന്നെങ്കിലും വീട്ടിൽ പോയപ്പോൾ ഞാൻ ആ കുട്ടിയെ ഒന്ന് കൂടി നിങ്ങൾ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ വിലയിരുത്തി. എന്തായിരുന്നു കുട്ടിയുടെ പ്രശ്നം? കുട്ടി മടിയാണ്. എല്ലാറ്റിനും മടി എന്നതായിരുന്നു ആദ്യം അവർ പറയാറുള്ളത്. എല്ലാവരും അങ്ങനെ തന്നെയാണ്. മറ്റൊരു കേസ് കൂടി പറഞ്ഞാൽ ഇത് കംപ്ലീറ്റ് ആകും. എൻ്റെ ഹാപ്പി സോൺ സെൻറ്ററിൽ വെച്ച് ഒരു റെമഡിക്ക് വന്ന, അല്ലെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടായിട്ട് വന്ന ഒരു കുട്ടി, ആ കുട്ടിയുടെ പ്രശ്നം തീർന്നപ്പോൾ ഈ രക്ഷിതാവ് എന്നോട് ചോദിച്ചു, ഞാൻ എൻ്റെ ഒരു കുട്ടിയും കൂടി കൊണ്ടുവരട്ടെ? ആയിക്കോട്ടെ, വന്നോ. ഇതേപോലെ 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന സെയിം ഒരു പെൺകുട്ടി. ഈ പെൺകുട്ടിക്ക് ഇതുപോലെ മടി എന്നതാണ് പ്രശ്നം. ഞാൻ ഇതുപോലെ ചോദിച്ചു, എന്തിനാ മടി? അപ്പോൾ എല്ലാറ്റിനും മടി. അപ്പം ഞാൻ വീണ്ടും ചോദിച്ചു, എല്ലാറ്റിനും മടി എന്ന് പറയുന്നത് എനിക്കറിയാത്തൊരു സംഭവമാണ്, എന്തിനാണെന്ന് പറയൂ. അപ്പോൾ ഓരോന്ന് പറഞ്ഞപ്പോൾ അവസാനം എവിടെ ചുരുങ്ങി എന്നറിയോ? വായിക്കാൻ മടി എന്നിടത്ത് ചുരുങ്ങി. അങ്ങനെയാണ് നമ്മുടെ പൊതു സ്വഭാവം. ഒരു കുട്ടിക്ക് ഏതെങ്കിലും ഒരു വിഷയത്തിൽ പിന്നോക്കമുണ്ടായാൽ നമ്മൾ ജനറലൈസ് ചെയ്യും. ആ കുട്ടിക്ക് എല്ലാം പ്രശ്നമാണെന്ന് ജനറലൈസ് ചെയ്യും. അപ്പോൾ വായിക്കാൻ മടി എന്നത് സ്ഥിരീകരിക്കപ്പെട്ടു, ബാക്കിയെല്ലാം പുറന്തള്ളപ്പെട്ടു. ബാക്കി എല്ലാ പ്രശ്നങ്ങളും തെളിയിക്കപ്പെടാതെ പുറന്തള്ളപ്പെട്ടു. ബാക്കി പ്രശ്നങ്ങളൊക്കെ ആരുടെ പ്രശ്നമെന്നറിയോ? ഇയാളുടെ പ്രശ്നമായിരുന്നു. മസലൻ ഒരു പ്രശ്നം പറഞ്ഞു, കുട്ടിക്ക് ഭയങ്കര മടിയാണ്, അതുപോലെ പ്രശ്നമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പ്രശ്നം പറഞ്ഞത് എന്താ? കഴിഞ്ഞ ദിവസം ഞാൻ വിദേശത്ത് നിന്ന് വരുമ്പോൾ കുട്ടിക്ക് ചെരുപ്പ് കൊണ്ടുവന്നു. ഈ ചെരുപ്പ് കൊണ്ടുവന്നപ്പോൾ കുട്ടി എനിക്കത് വേണ്ടെന്ന് പറഞ്ഞു. ഞാൻ വളരെ പ്രതീക്ഷയോടുകൂടെ കൊണ്ടുവന്നില്ല, ഞാൻ ചവിട്ടണമെന്ന് പറഞ്ഞു. അവൾ പറഞ്ഞു എനിക്ക് വേണ്ട, ഞാൻ പഴയത് ചവിട്ടിയിട്ട് പോവാം. അങ്ങനെ വാശിക്ക് പഴയത് ചവിട്ടിയിട്ട് പോയി. അപ്പം ഞാൻ ചോദിച്ചു, നിങ്ങൾ കാരണം ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ഇത് ഇപ്പോഴത്തെ ഫാഷനല്ല, ഇത് വളരെ മുമ്പുള്ള ഫാഷനാണ്, അപ്പോൾ ആൾക്കാരെല്ലാം കളിയാക്കും എന്നെ. അപ്പം ഞാൻ ഈ രക്ഷിതാവിനോട് ചോദിച്ചു, ഇപ്പോൾ കുട്ടിക്കാണോ ഇതുള്ളത്, പ്രശ്നമുള്ളത്? കുട്ടിക്കാണോ വാശിയുള്ളത്? എന്താ? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടൊരു ചെരുപ്പ് വാങ്ങിച്ചു വന്നു, അത് കുട്ടി ധരിക്കണമെന്ന് നിങ്ങൾ വാശി പിടിക്കുക. കുട്ടി പറയുന്നു അതെനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് പറയാം. ആർക്കാ പ്രശ്നം? ആർക്കാ വാശി? ആർക്കാ വാശി? നിങ്ങളെ അഭിപ്രായം പറ. പക്ഷെ അവനല്ലേ. അപ്പോൾ അത് ശരിയല്ലേ? അങ്ങനെ ഓരോന്ന് പുറന്തള്ളി അവസാനം കുട്ടിക്ക് വായിക്കാൻ മടിയുള്ളത് ചുരുങ്ങി. ഈ രക്ഷിതാവ് എന്നോട് പറഞ്ഞു, ഞാൻ ഒരുപാട് കുടുംബ സദസ്സുകളിൽ വെച്ച് ഇവളെ തല്ലിയിട്ടുണ്ട്, ഒരുപാട് പബ്ലിക്കിലൊക്കെ കുട്ടിയെ തല്ലിയിട്ടുണ്ട്, ഈ മടിയുടെ പേരിൽ ഒരുപാട് അപമാനിച്ചിട്ടുണ്ട്. ഇതൊക്കെ പറഞ്ഞു ഞാൻ ഈ കുട്ടിയുടെ മടി തീർക്കാൻ വേണ്ടി തീരുമാനിച്ചു. ഇതുപോലുള്ള കുറച്ചുകൂടി വലുപ്പമുള്ള എൻ്റെ ട്രെയിനിങ് ഹാളുണ്ട്. ആ ഹാളിലിരുന്ന് പ്രൊജക്റ്റ് ഓൺ ചെയ്തു. ലാപ്ടോപ്പിൽ ഒരു കഥ ഓണാക്കിയിട്ട് പ്രൊജക്റ്റ് കണക്ട് ചെയ്തപ്പോൾ സ്ക്രീനിൽ വലിയ ഒരു കഥ വന്നു മലയാളത്തിൽ. ഇയാളോടത് വായിക്കാൻ പറഞ്ഞു. അയാൾ വായിച്ചു. കുട്ടി കേട്ടു. ഞാൻ ഈ കുട്ടിയോട് ചോദിച്ചു, മോൾ വായിക്കാൻ പറഞ്ഞു. മോൾക്ക് വായിക്കാൻ പറ്റുന്നില്ല. അപ്പം നമ്മളൊന്നുകൂടി അടുത്ത് നിന്ന് വായിക്കാൻ പറ്റും. അപ്പോൾ കുറച്ച് അടുത്തോട്ട് ചെന്നപ്പോൾ കുട്ടി ഉഷാറായിട്ട് വായിച്ചു. കുറച്ചുകൂടി അടുത്ത് ചെന്നിട്ട് കുട്ടി അത് വായിച്ച് കംപ്ലീറ്റ് ചെയ്തു. നിങ്ങൾക്ക് എന്ത് മനസ്സിലാകുന്നു?
യെസ്, ഞാൻ പറഞ്ഞു നിങ്ങൾ ഉടനെ തന്നെ ഒരു കണ്ണിൻ്റെ ഡോക്ടറെ നാളെ തന്നെ കാണിക്കുക, എന്നിട്ട് അഭിപ്രായം ചോദിക്കുക, എന്നിട്ട് നമുക്ക് അടുത്ത പ്രോസസ്സിലേക്ക് പോകാം. 4 ദിവസം കഴിഞ്ഞപ്പോൾ ഈ കുട്ടിയെയും കൂട്ടിയിട്ട് രക്ഷിതാവ് വന്നു. കുട്ടിയുടെ മടിയൊക്കെ തീർന്നു, വലിയൊരു കണ്ണട വെച്ചിട്ട്. ഞാൻ ചോദിച്ചു, ഇത്രയും കാലം നിങ്ങൾ തല്ലിയതിനും കുടുംബ സദസ്സുകളിലും മറ്റും വെച്ച് അപമാനിച്ചതിനും നിങ്ങളിനി എന്താണ് പ്രായശ്ചിത്തം ചെയ്യാൻ പോകുന്നത്? പിതാവിൻ്റെ കണ്ണുനീരിങ്ങനെ ഒലിച്ച് കീശയിലേക്ക് ഇറങ്ങുന്നത് ഞാനിങ്ങനെ കണ്ടിരുന്നു. ഈ അധ്യാപകൻ്റെ മറുപടിയും ഇത് തന്നെയായിരുന്നു. കുട്ടിക്ക് എല്ലാറ്റിനും മടിയെന്നതിൻ്റെ പേരിൽ പല ക്ലാസ്സുകളിൽ തോൽപ്പിച്ചിരുന്ന് മറ്റു കുട്ടികളുടെ വലുപ്പത്തിനേക്കാളും കുട്ടി വലുതായതുകൊണ്ട് വലുപ്പം കുറയാൻ കുഞ്ഞ് വളഞ്ഞിരുന്നിട്ട് ഒരു കൂന പോലെ കുട്ടിയുടെ പുറം വളഞ്ഞിരിക്കുന്നു. കുട്ടിയെ ചികിത്സക്ക് വിധേയമാക്കിയപ്പോൾ കുട്ടിയുടെ മടി മാറി. കുട്ടിക്ക് കാഴ്ചക്ക് ബുദ്ധിമുട്ട്, എല്ലാവർക്കും കാഴ്ചക്ക് ബുദ്ധിമുട്ടുണ്ടെന്നല്ല ഞാൻ പറയുന്നത്, വ്യത്യസ്ത കാരണങ്ങളുണ്ടാകാം. ഈ കാരണങ്ങൾ കണ്ടെത്താനുള്ള മാനുഷിക പരിഗണന, മാനുഷിക മൂല്യം നമ്മുടെ പക്ഷത്തു നിന്നാണ് ഉണ്ടാകേണ്ടിയിരുന്നത്. അഥവാ പാരൻസിൻ്റെയും ടീച്ചേഴ്സിൻ്റെയും പക്ഷത്തു നിന്നായിരുന്നു ഉണ്ടാകേണ്ടിയിരുന്നത്. ഇവിടെ ഒരു വിദ്യാർത്ഥിക്ക് കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര എന്ന് പറഞ്ഞത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞൊരു സത്യമാണെങ്കിൽ, ആ കുട്ടിയിലൊരു പ്രശ്നം കാണുമ്പോൾ ആ പ്രശ്നത്തിൻ്റെ കാരണങ്ങൾ പരിഹരിക്കുകയാണ് ചെയ്യേണ്ടത്. പ്രത്യേകിച്ച് പഠനത്തിൽ പ്രയാസം കാണുമ്പോൾ ദയവായിട്ട് നമ്മളെന്ത് ചെയ്യരുത്. ഞാൻ തമാശ പറയാറുണ്ട്. നല്ലൊരു ഉസ്താദ് നമ്മുടെ കൂടെ ട്രെയിനിങ്ങിൽ വരാറുണ്ടായിരുന്നു. അപ്പോൾ ഒരു ട്രെയിനിങ്ങിൻ്റെ 1/3 ഭാഗം കംപ്ലീറ്റ് ചെയ്തപ്പോൾ ഉസ്താദിന് വരാൻ സൗകര്യം കുറഞ്ഞു, അങ്ങനെ വരാതിരുന്നു. അപ്പോൾ പിന്നീട് മറ്റൊരു സെഷനിൽ ജോയിൻ ചെയ്തു. ഈ സെഷനിൽ ജോയിൻ ചെയ്ത സമയത്ത് എന്നോട് പറഞ്ഞു, എനിക്ക് അന്ന് നല്ല മാറ്റം ഉണ്ടായിരുന്നു, പക്ഷേ കഴിഞ്ഞൊരു ദിവസവും ഞാൻ വടിയെടുക്കേണ്ടി വന്നു. അപ്പോൾ വടിയെടുത്ത് കഴിഞ്ഞപ്പോൾ പിന്നെ എനിക്ക് ഭയങ്കര സങ്കടമായി. അപ്പോൾ അതൊന്ന് പരിഹരിക്കണം എന്ന് കരുതിയിട്ടാണ് വീണ്ടും റീജോയിൻ ചെയ്തത്. അപ്പം ഞാൻ എന്തായിരുന്നു വടിയെടുത്തത്? അപ്പോൾ എന്നോട് പറഞ്ഞു, 5ാം ക്ലാസ്സിൽ ഒരു പാഠം പഠിപ്പിക്കാൻ വേണ്ടി 3 തവണ ഞാൻ ആ പീരീഡ് എടുത്തു, 3 തവണ ക്ലാസ് എടുത്തു. എന്നിട്ട് ചോദ്യം ചോദിച്ചപ്പോൾ കുട്ടികൾക്ക് അറിയില്ല. അപ്പം ഞാൻ വടിയെടുത്തു. അപ്പം ഞാൻ തമാശക്ക് ചോദിച്ചു, 3 തവണ നിങ്ങളെ ക്ലാസ്സിലൊരു പാഠം പഠിക്കാൻ വേണ്ടി കുട്ടികൾ ഇരുന്ന് തന്നിട്ട് ആ കുട്ടികളെ പഠിപ്പിക്കാൻ നിങ്ങൾക്ക് പറ്റിയിട്ടില്ലെങ്കിൽ സത്യത്തിൽ ആരെയാ തല്ലേണ്ടിയിരുന്നത്? ഞാൻ ഉസ്താദിനെ കുറ്റപ്പെടുത്താൻ പറഞ്ഞതല്ല കേട്ടോ. പരിഹാരത്തിൻ്റെ അധ്യായം ഇവിടെ മാത്രമാണ്. എവിടെയാ പ്രശ്നം? ടീച്ചിങ് അപ്രോച്ച് കൃത്യമല്ലെങ്കിൽ പ്രശ്നമാണ്. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങളെങ്ങനെ പഠിപ്പിച്ചു? അദ്ദേഹം ഒരു ശൈലി പറഞ്ഞു. ശേഷം ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങളെടുത്ത് കിതാബുൽ മുഅല്ലിമുണ്ടോ? ഉണ്ടെന്ന് പറഞ്ഞു. അത് തുറക്കാൻ പറഞ്ഞു. അത് തുറന്നിട്ട് അതിലെ ഡയറക്ഷൻ വായിക്കാൻ പറഞ്ഞു. വായിച്ചു. ഞാൻ ചോദിച്ചു, ഇങ്ങനെയായിരുന്നോ നിങ്ങൾ ചെയ്തത്? അല്ല. ആരെടുത്താ തെറ്റ്? ഞാൻ പറഞ്ഞു, അടുത്ത ദിവസം നിങ്ങൾ ഇതൊന്ന് പരിശീലിച്ചിട്ട് ഒന്നുകൂടി റിസൾട്ട് പറയാമോ എന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, റെഡിയാണ്, ഒരു പ്രയാസവും ഇല്ല. അപ്പോൾ ആരുടേതാ കുഴപ്പം? ഞാൻ പറയുന്നത് ഉസ്താദുമാർക്ക് കുഴപ്പമുണ്ട്, അധ്യാപകർക്ക് കുഴപ്പമുണ്ട് എന്ന് പറയാനല്ല. അധ്യാപകരുടെ സമർപ്പണ മനോഭാവം സ്തുത്യർഹം തന്നെയാണ്, അത് മഹത്വരം തന്നെയാണ്. അതോടൊപ്പം മാറ്റങ്ങളും അനിവാര്യമാണ്. അനിവാര്യമായ മാറ്റങ്ങൾ നമ്മളിൽ വരുത്തേണ്ടത് നമ്മളിൽ തന്നെയാണ് വരുത്തേണ്ടത്. അവിടെ തല്ലുന്നത് പരാജയമാണ്. ഇവിടെ 2 വിഷയം എടുത്തു പറയേണ്ടതാണ്. ഒന്ന്, ഒരു തല്ലിപ്പഠിപ്പിക്കുന്ന ഒരു അധ്യാപകൻ, തല്ലാതെ ആ വിഷയം പഠിപ്പിക്കുന്ന ഒരു അധ്യാപകൻ. ഏതാണ് അഫ്ളൽ? തല്ലാതെ പഠിപ്പിക്കുന്നത് അല്ലേ? ലാ ഖിലാഫ ഫീഹി. എങ്കിൽ തല്ലിപ്പഠിപ്പിക്കുന്നത് മഫ്ളൂലല്ലേ? അതൊരു പരാജയത്തിൻ്റെ അടയാളമല്ലേ? തല്ലാതെ പഠിപ്പിക്കാനുള്ള നമ്മുടെ കഴിവിൻ്റെ ഒരു പോരായ്മയല്ലേ? ഇത്രയേ നമ്മൾ പറയുന്നുള്ളൂ. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം. കഴിഞ്ഞ കാലത്ത് വലിയ സ്വാലിഹീങ്ങൾ, ഇതുപോലെ പരിശീലനങ്ങൾക്ക് അവസരമില്ലാത്ത കാലത്ത് ത്യാഗങ്ങളുടെ വലിയൊരു അധ്യായം രചിച്ച മഹാന്മാർ, അത്തരം മഹാന്മാരിൽ ആരെങ്കിലും ഒരാൾ തല്ലി എന്നതിൻ്റെ പേരിൽ അവരെ ഒന്നും എടുത്ത് അനലൈസ് ചെയ്യാനോ അവരുടെ മാർക്ക് ലിസ്റ്റ് പരിശോധിക്കാനോ ഉള്ള യോഗ്യത നമുക്കില്ല. അത് ചെയ്ത് കൊടുങ്ങരുത്. അത് ഭൗതിക അധ്യാപനത്തിലായാലും ശരി, ആത്മീയ അധ്യാപനത്തിലാണെങ്കിലും. പക്ഷെ നമുക്ക് മാതൃകയുണ്ട്. ഇന്ന് കേരളം കണ്ട വലിയ വലിയ ധാരാളം മഹാന്മാർ. എൻ്റെ ഒറ്റനോട്ടത്തിൽ എനിക്കറിയാവുന്ന ഉസ്താദുൽ അസാത്തീദ്, ഉസ്താദിൻ്റെ അധ്യാപന കാലത്ത്
വടി കൊണ്ടല്ല ഈ അധ്യാപനം വിജയിപ്പിച്ചത്. ഓക്കെ ഉസ്താദിൻ്റെ സ്മരണിക വായിച്ചതിന് ശേഷം നിരവധി ഓക്കെ ഉസ്താദിൻ്റെ ശിഷ്യന്മാരെ ഞാൻ കണ്ട് സംസാരിച്ചു. ഇത് വളരെ ക്ലിയറാണ്. നമുക്ക് ഫോളോ അപ്പ് ചെയ്യാൻ പറ്റുന്ന, നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റും, ഇത്തിബായ് ചെയ്യാൻ പറ്റുന്ന നല്ല മാതൃകയാണത്. ഈ മാതൃക ഫോളോ ചെയ്യാമെന്ന് മാത്രമേ നമ്മൾ പറയുന്നുള്ളൂ. അവിടെ നമ്മുടെ ടീച്ചിങ് അപ്രോച്ചിൽ ഇത് വരണം. അത് ഒറ്റയടിക്ക് എല്ലാം വരണമെന്ന് ഞാൻ പറയുന്നില്ല. പടിപടിയായിട്ട് നമ്മൾ അവിടത്തേക്ക് പരിഷ്കരണത്തിന് വിധേയരാക്കണം. എഡിറ്റബിൾ, തിരുത്താൻ സന്നദ്ധം എന്നയിടത്തേക്ക് നമ്മൾ മാറണമെന്നാണ് പറയുന്നതിൻ്റെ രത്ന ചുരുക്കം. ഇവിടെ വിദ്യാലയങ്ങൾ, നമ്മുടെ വിദ്യാലയത്തിലേക്കൊരു വിദ്യാർത്ഥി വരുമ്പോൾ ആ വിദ്യാർത്ഥിക്കുള്ള മാക്സിമം സ്കിൽ ലെവൽ അച്ചീവ് ചെയ്യാൻ, മാക്സിമം മലക്ക ഉള്ളവരാക്കാൻ, മാക്സിമം കഴിവുള്ളവരാക്കാൻ നമുക്ക് കഴിയും. അത് വളരെ എളുപ്പം സാധിക്കും. അത് അക്കാദമിക പഠനവും സാധിക്കും, മോറൽ എഡ്യൂക്കേഷൻ അഥവാ ആത്മീയ പഠനവും സാധ്യമാണ്. ഇതിൽ മുൻധാരണകൾ മാറ്റിവെക്കാനും അതുപോലെ ഒരു കുട്ടിയുടെ പ്രശ്നത്തിൻ്റെ യഥാർത്ഥ സ്രോതസ് എന്താണെന്ന് പഠിക്കാനുള്ള ഒരു സമയം കണ്ടെത്തി അതിലൂടെയാണ് നമ്മൾ ഈ ശ്രമങ്ങൾ നടത്തുന്നതെങ്കിൽ കൃത്യമായി അതിന് സാധിക്കുമെന്നതാണ് ഈ ഒരു 8 വർഷത്തിൻ്റെ മേലെയുള്ള എൻ്റെ ഈ മേഖലയിലേക്ക് ഇറങ്ങിയതിന് ശേഷമുള്ള എൻ്റെ അനുഭവം. ഇത് ഒന്നിച്ചൊരു ശ്രമമായി നടത്തി നമ്മുടെ സ്ഥാപനങ്ങളിലേക്ക് ഈ വിഷയം എത്തിക്കുക, നമ്മുടെ പഠന സംവിധാനങ്ങളിലേക്ക് ഇതെത്തിക്കുക. അത് മാക്സിമം ഒരു വിദ്യാഭ്യാസ ബോർഡ് ലെവലിലേക്ക് തന്നെ ഇത് ഉയർന്നു വരിക എന്നത് നമ്മുടെ ഒരു അഭിലാഷമാണ്. അതിലേക്കുള്ള ഒരു ചുവടായി ഇതിനെയെല്ലാം നമുക്ക് കണക്കാക്കാം. ഇവിടെ ചെറിയ ചെറിയ ചോദ്യങ്ങളുണ്ടാകും. വിദ്യാഭ്യാസ ബോർഡിൽ കൊണ്ടുവന്ന് താഴേക്ക് കൊണ്ടുവന്നുകൂടെ? എപ്പോഴും ഒരു സിസ്റ്റം വിദ്യാഭ്യാസ ബോർഡിലേക്ക് കൊണ്ടുവരേണ്ടത് അതിൻ്റെ താഴെത്തട്ടിൽ നിന്ന് പരീക്ഷിച്ച് തെളിയിച്ചതിന് ശേഷമാണ്. അതല്ലാത്തത് കൊണ്ടാണ് ഇന്ന് സ്റ്റേറ്റ് ലെവലിൽ നിരവധി തവണ ഈ സിസ്റ്റം പലപ്പോഴും നിർദ്ദേശിക്കപ്പെടുകയും നടപ്പിലാക്കാൻ ശ്രമിക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് വടി ഉപേക്ഷിക്കുക എന്നുള്ള രൂപമൊക്കെ വന്നത്. പക്ഷേ കൃത്യമായി താഴെത്തട്ടിൽ കൊണ്ടുവരാൻ, ഡൈല്യൂഷൻ ചെയ്യാൻ അഥവാ നേർപ്പിച്ചു കൊണ്ടുവരാൻ കഴിയാതിരിക്കുമ്പോൾ പരാജയപ്പെടുന്നത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ നമ്മുടെ ഭൗതിക വിദ്യാഭ്യാസ സംവിധാനങ്ങൾ തകരുന്നത്. അതിൻ്റെ ഒരു ഉദാഹരണമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വിമർശനാത്മകമായി ഞാൻ പറയുന്നു. ഇപ്പോൾ ഒരു സൂംബ പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നില്ലേ? കുറച്ച് സ്കൂളുകളിലെങ്കിലും അത് നടപ്പിലാക്കിയിട്ട് അതിൻ്റെ ഒരു റിസൾട്ടെങ്കിലും വെച്ചിട്ടായിരുന്നു പൊതുവായിട്ടൊക്കെ അത്തരം ഒരു സംവിധാനം നടപ്പിലാക്കാൻ ഒരു വിദ്യാഭ്യാസ വകുപ്പൊക്കെ പറയേണ്ടിയിരുന്നത്. പക്ഷേ അതിൽ അവരുടെ കെടുകാര്യസ്ഥതയാണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. ഒരു നടപ്പിലാക്കിയ തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ പറയാതെ അങ്ങോട്ട്, അതായത് ഓരോ സമൂഹത്തിലും ഇപ്പം കേരളീയ പശ്ചാത്തലം എന്ന് പറയുന്നത് മലമേഖലയുണ്ട്, നാഗരിക മേഖലയുണ്ട്, സമ്മിശ്ര മേഖലയുണ്ട്. ഇത്തരം മേഖലകളിലെല്ലാം ഒരുപോലെ നടപ്പിലാക്കണമെന്ന് പറയുന്നതിന് പകരം മൂല്യങ്ങൾ തീരുമാനിക്കുകയും ആ മൂല്യങ്ങൾ നടപ്പിലാക്കാൻ ആവശ്യമായ ഡയറക്ഷനുകൾ സ്ഥാപിക്കുകയും അതിനാവശ്യമായ സപ്പോർട്ടീവ് സിസ്റ്റം സ്ഥാപിക്കുകയൊക്കെ ചെയ്തിരുന്നെങ്കിൽ ഒരു പരിധിവരെ ഇതിനൊക്കെ പരിഹാരം ഉണ്ടാകുമായിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്താണ് ചെയ്യേണ്ടത്? ഇത് തെളിയിക്കപ്പെട്ടൊരു സംഭവമാണ്. ഇപ്പം ഞാൻ ഇതുവരെ പറഞ്ഞ ഒരു സിസ്റ്റവും നേരത്തെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു പഠന സിസ്റ്റം നിർത്തിവെക്കേണ്ടതുമില്ല, മാറ്റേണ്ടതുമില്ല, അതൊന്നും മുറിക്കേണ്ടതൊന്നുമില്ല. നേരത്തെ ഉള്ളതൊക്കെ നിലനിർത്തിക്കൊണ്ട് തന്നെ നമുക്കിത് ചെയ്യാം. 1-2 വിഷയങ്ങൾ ചിലപ്പോൾ ചില സ്ഥാപനങ്ങളിലുണ്ടാവും വല്ലാതെ വടിപ്രയോഗം കൊണ്ട് വിജയിക്കാമെന്ന് കരുതുന്നത്. അവിടെ ഞാൻ ചുരുങ്ങിയ വാചകങ്ങൾ വടിയെക്കുറിച്ച് പറഞ്ഞു. എൻ്റെ നിലപാട് അതാണ്. അത് തന്നെയാണ് ഒരു സത്യവും. ഇതൊരു സത്യമാണ്. വടി എന്നത് ഒരു അധ്യാപകൻ്റെ പൊതുവായ ആയുധമേ അല്ല. ഒരു കഴിവുറ്റ അധ്യാപകൻ്റെ പൊതുവായ ആയുധമല്ല. ഒരു അധ്യാപകൻ പരാജയപ്പെടുമ്പോഴുള്ള ഒരായുധമാണ് വടി. അതുകൊണ്ട് നമ്മൾ നമ്മുടെ വിദ്യാർത്ഥികൾക്ക്, ഞാൻ നേരത്തെ പറഞ്ഞ മൂല്യത്തിൽ കൊടുക്കാൻ കഴിയണം ഈ വിദ്യാഭ്യാസം എന്ന് ചിന്തിച്ചാൽ പരിഹരിക്കാൻ എളുപ്പമാണ്. ഇനി ഒന്ന് കൊണ്ടുവരേണ്ട ഒരു സംഗതി കൂടി പറയാം.